ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളുടെ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ആ ജംഗ്ഷനിലേക്ക് അമ്മ വരാം. മോൾ അങ്ങോട്ടേക്ക് വന്നാ മതി. അമ്മ അവിടെ കാത്തു നിൽക്കാം. അല്ല, അങ്ങോട്ട് വരണ്ടെന്ന് മോള് പറഞ്ഞതുകൊണ്ടാ. അല്ലായിരുന്നെങ്കി വേണ്ട, ഞാൻ വരാം. ജീവിതത്തില് ഒരുപാട് അനുഭവങ്ങളുള്ള ആളല്ലേ ഫിദ മാഡം. ഞാനൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തരോ? എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർത്തരാം. ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവാണോ വലുത്, അതോ വീട്ടുകാരാണോ? വല്ലാത്തൊരു ചോദ്യമാണല്ലോ ഇത്. ഭർത്താവിന് വേണ്ടി വീട്ടുകാരെ വേദനിപ്പിക്കുകയാണോ വേണ്ടത്, അതോ വീട്ടുകാർക്ക് വേണ്ടി ഭർത്താവിനെ വേദനിപ്പിക്കുകയാണോ വേണ്ടത്? വീണ്ടും കുഴഞ്ഞു. അല്ല, ഇതിപ്പോ ആരാ ഇങ്ങനൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നേ? അതാരെങ്കിലും ആയിക്കോട്ടെ മാഡം. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണെന്ന് തന്നെ കൂട്ടിക്കോ. താലി കെട്ടിയ ഭർത്താവിനെ അവൾക്ക് ജീവനാ. പക്ഷെ ചില സാഹചര്യങ്ങൾ തടസ്സമുണ്ട്. അവൾക്ക് അവളുടെ ജീവിതം കൊടുത്തത് കുടുംബമാണല്ലോ, അച്ഛനും അമ്മയാണല്ലോ. അപ്പൊ പിന്നെ ആ പെണ്ണെന്ത് ചെയ്യും? മോളെ, മാതാപിതാക്കളും കുടുംബവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല. സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു ഭർത്താവ് അവളുടെ സ്വത്താണ്. അവളെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് അവളുടെ ഭർത്താവാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ മുൻതൂക്കം കൊടുക്കേണ്ടത് ഭർത്താവിന് തന്നെയാണ്. അപ്പോ അതുവരെ സ്നേഹിച്ച കുടുംബം അവളെ ശപിക്കില്ലേ? അവര് നല്ലവരാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. ഏതായാലും ആ പെണ്ണിനോട് പറഞ്ഞേക്ക്, ഭർത്താവ് സ്നേഹമുള്ളവനാണെങ്കിൽ, സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ളവനാണെങ്കിൽ അവൻ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ലാന്ന്. പിന്നെ അവളോട് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയണം. ജീവിതത്തിന്റെ ചില നിർണായക സമയങ്ങളിൽ നമ്മൾ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയെന്ന് വരും. പക്ഷെ ആ തീരുമാനത്തിന്റെ ഉദ്ദേശം നല്ലതാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ബാക്കിയൊന്നും കേട്ടു നിൽക്കേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം കാലം തെളിയിക്കും. ഇപ്പോ സംശയം മാറിയോ, അതോ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? വേറൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്? അതല്ല, ഞാൻ കുറച്ചു നേരം മാഡത്തിന്റെ മടിയിൽ കിടന്നോട്ടെ, കുറച്ച് സമാധാനം കിട്ടാന്. അതിനെന്താ മോളെ, മോള് വാ. ആ പെണ്ണ് വല്ലാതെ ഉലച്ചു കളഞ്ഞു അല്ലേ? മോളെ. എന്താ മാഡം? സമാധാനം തോന്നുന്നുണ്ടോ നിനക്ക്? തോന്നുന്നുണ്ട്. ഈ തണൽ നിനക്ക് എന്നേക്കുമായി ഉള്ളതാ. എന്നും നീ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ കാത്തിരിക്കും. എന്താ മാഡം വിളിച്ചത്? സോണിയ, വേണ്ടി വന്ന പെട്ടെന്നൊരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യണം. എവിടെ? ഇവിടെ. ആരുടെ ബർത്ത്ഡേയാ മാഡം? മാഡത്തിന്റെ ആണോ? അല്ല. പിന്നെ ആരുടെയാ? ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ല. ചിലപ്പോ അത് ഇന്ന് ആഘോഷിക്കേണ്ടി വന്നേക്കും. എനിക്ക് മനസ്സിലായില്ല മാഡം. എനിക്ക് രാധികയെ ഇങ്ങോട്ട് കൊണ്ടുവരണം.
അതിനൊരു കാരണം വേണം. പെറ്റമ്മയുടെ പിറന്നാൾ അവഗണിക്കാൻ തോന്നില്ലായിരിക്കും. അവഗണിക്കില്ല മാഡം, എന്തായാലും വരും. സോണിയ വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിക്കും. ശരി മാഡം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ. ഹലോ, അമ്മയെ മോളെ, എന്തിനാ വിളിച്ചത്? ഞാൻ മ്യൂസിക് ക്ലാസ്സിലാ. എനിക്ക് മോളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നല്ലോ. ഞാനിപ്പോ ക്ലാസ്സിലാ. മോളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങോട്ട് വരാം. ഓ അയ്യോ വേണ്ട, ഇങ്ങോട്ട് വരണ്ട. മോളെ ഒന്ന് കണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോന്നോളാം. ഷോ, എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? എന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, അതൊന്നും മനസ്സിലാക്കിക്കൂടെ? അമ്മയുടെ സങ്കടം എന്താ മോള് മനസ്സിലാക്കാത്തത്? എനിക്ക് ഒന്ന് നിന്നെ കാണണം കുട്ടി. മോളുടെ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ആ ജംഗ്ഷനിലേക്ക് അമ്മ വരാം. മോൾ അങ്ങോട്ടേക്ക് വന്നാ മതി. അമ്മ അവിടെ കാത്തു നിൽക്കാം. അല്ല, അങ്ങോട്ട് വരണ്ടെന്ന് മോള് പറഞ്ഞതുകൊണ്ടാ. അല്ലായിരുന്നെങ്കി വേണ്ട, ഞാൻ വരാം. പക്ഷെ എനിക്ക് അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല. വേണ്ട മോളെ, മോള് പെട്ടെന്ന് പൊയ്ക്കോ. മാഡം, ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീയില്ലേ? ഏതാ മോളെ? ഞാൻ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കാര്യത്തിലൊരു സംശയം ചോദിച്ചില്ലേ? ഓ, ആ സ്ത്രീ. അവർക്കെന്താ? ആ അല്ല, അവരാ ഇപ്പൊ എന്നെ വിളിച്ചത്. അവർക്ക് വീണ്ടും എന്തോ പ്രശ്നങ്ങള്. എന്നൊന്നും ഒന്ന് കാണാൻ പറ്റുമോന്ന് ചോദിച്ചു. അതിനെന്താ? അവർക്ക് മനസ്സിന് എന്തോ അസ്വസ്ഥത ഉള്ളതുകൊണ്ടല്ലേ. മോള് പോയി കണ്ടോ? സമാധാനം കിട്ടട്ടെ അവർക്ക്.